आज की हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കനുപ്രിയയിലെ സൃഷ്ടി സങ്കല്പം എന്ന് പറയുന്ന ഖണ്ഡത്തിലെ ആദിമ ഭയമാണ് പഠിച്ചത്. സൃഷ്ടിയുടെ പങ്കാളി ആയിരുന്നിട്ടും കൂടി രാധയുടെ മനസ്സിലുള്ള ഭയമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇന്ന് നാം അടുത്ത ഗീതത്തിലേക്ക് കടക്കുകയാണ്. സൃഷ്ടി സങ്കല്പത്തിലെ തന്നെ മൂന്നാമത്തെ ഗീതമായ കേളി സഖിയാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. കേളി സഖി എന്ന് പറഞ്ഞാൽ കളിക്കൂട്ടുകാരിയാണ്. രാധയുടെ ഭയമൊക്കെ അവസാനിച്ച ഒരു ഭാഗമാണ്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. കേളി സഖി. आज की रात हर दिशा में अभिसार के संकेत क्यों हैं? हवा के हर झोंके का स्पर्श सारे तन को झंझना क्यों जाता है? ഇതിൽ നമ്മുടെ കവി രാധയുടെ അസ്വസ്ഥതയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ രാധയുടെ മാനസിക അവസ്ഥ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രാധ അജ്ഞാത ഭയത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ഇതിൽ രാധയുടെ ആഡംബരപൂർണമായ കേളികൾ, പ്രേമക്കേളികൾ വിവരിക്കുന്നു. കനുവിൽ, അതായത് കൃഷ്ണനിൽ ലയിക്കാൻ രാധ ആഗ്രഹിക്കുന്നു എന്ന ഒരു ഭാവാർത്ഥമാണ് നമുക്കിതിൽ ലഭിക്കുക. നമുക്ക് ഇതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. ആജ് കി രാത് ഹർ ദിശ മേ അഭിസാർ കെ സംകേത് ക്യോं है? हवा के हर झोंके का स्पर्श सारे तन को झंझना क्यों जाता है? രാധ പറയാണ്, കനുവിനോട് പറയാണ്, കൃഷ്ണനോട് പറയുകയാണ്, ആജ് കി രാത്, ഇന്നത്തെ രാത്രി, ഹർ ദിശാമേ, എല്ലാ ദിശയിലും, അഭിസാർ കെ സംകേത് ക്യോं है, പ്രകൃതിയുടെ എല്ലാ ദിശയിലും ഈ സംയോഗത്തിൻ്റെ ഒരു വാർത്ത കിട്ടുന്നുണ്ട്, ഒരു സൂചന കിട്ടുന്നുണ്ട്. സംയോഗത്തിൻ്റെ ഒരു സൂചന ഇന്ന് രാത്രി എല്ലാ ദിശയിലൂടെയും എനിക്ക് കിട്ടുന്നുണ്ട്. ഹമാരെ മഹാമിലൻ കി രാത് ഹേ ആജ്, ഇന്ന് നമ്മുടെ സംയോഗത്തിൻ്റെ ദിവസമാണെന്ന് കനുവിനോട് പറയുകയാണ്. ആ ഒരു സൂചന എനിക്ക് കിട്ടുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഹവാക്കെ ഹർ ജോക്കെ ക സ്പർശ് സാരെ തൻകോ ജനജന ക്യോं ജാത്ത ഹൈ? അതുപോലെ തന്നെ രാധ ചോദിക്കുകയാണ്, ഹവാക്കെ ഹർ ജോക്കെ ക സ്പർശ്, കാറ്റിൻ്റെ, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റാണ്, ഹർ ജോക്കെ എല്ലാ കാറ്റിൻ്റെ തലോടലാണ് ജോക്കെ, ജോക്കെ ക സ്പർശ് തലോടൽ, സാരെ തനക്കോ കംപ്ലീറ്റ് ശരീരത്തിലും ജനജനാക്യം ജാത്തെ പുളികിതം കൊള്ളിക്കുന്നു, ശരീരം പുളികിതമാകുന്നു, കാറ്റിൻ്റെ തലോടലിൽ എൻ്റെ ശരീരം പുളികിതമാകുന്നു എന്നാണ് രാധ പറയുന്നത്. കാറ്റിൻ്റെ സ്പർശനം, അങ്ങനെ ചിന്തിക്കുകയാണ് ഇവിടെ രാധ. और ये क्यों लगता है कि यदि और कोई नहीं तो ये दिगंत व्यापी अंधेरा ही मेरे शिथिल अधखुले गुलाब तन को पी जाने के लिए तत्पर है. അതുപോലെ തന്നെ രാധ പറയുകയാണ്, और ये क्यों लगता है, രാധയ്ക്ക് തോന്നുന്നു, ഫീൽ ചെയ്യുന്നു, कि यदि और कोई नहीं है तो, അഥവാ ഇവിടെ വേറെ ആരും ഇല്ലെങ്കിൽ, यह दिगंत व्यापी अंधेरा ही, ദിഗന്ത് എന്ന് പറഞ്ഞാൽ ദിശാവോമേ വ്യാപിച്ചിരിക്കുന്ന, ദിഗന്ത് എന്ന് പറഞ്ഞാൽ ദിശാവോ എന്നാണ് അർത്ഥം, ദിശകളിൽ വ്യാപിച്ചിരിക്കുന്ന, അന്ധേരാഹി ഇരുട്ട്, അന്ധകാരം പോലും, മേരെ ശിഥിൽ അദ്കുലെ ഗുലാബ് തൻകോ, എൻ്റെ ശിഥിലമായ, അദ്കുലെ ഗുലാബ് തൻകോ പകുതി തുറന്നിരിക്കുന്ന, എൻ്റെ ഗുലാബാകുന്ന, എൻ്റെ റോസാപ്പൂ ആകുന്ന എൻ്റെ ശരീരത്തിനെ പീ ജാനയ്ക്ക് ലിയെ തത്പർ ഹെ, നുകരാൻ വേണ്ടി, പീ ജാന കുടിക്കാനാണെന്നാണ് അർത്ഥം, പക്ഷേ ഇവിടെ നുകരാൻ വേണ്ടിയിട്ട് തത്പരനാണ്. അന്ധകാരം പോലും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എൻ്റെ റോസാപ്പൂവാകുന്ന എൻ്റെ ശരീരം, ശിഥിലമായ എൻ്റെ ശരീരം നുകരാൻ. और ऐसा क्यों भान होने लगा है कि ये मेरे पाँव, माथा, पलकें, होठ मेरे अंग अंग जैसे मेरे नहीं है, मेरे वश में नहीं है. और ऐसा क्यों भान होने लगा है, അതുപോലെ തന്നെ രാധ പറയാണ്,
എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്, ഭാനോന തോന്നുക എന്നാണ് അർത്ഥം. കി യേ മേരെ പാവ് മാതാ പലകെ, എൻ്റെ കാലുകൾ പാവ്, മാതാ നെറ്റി, പലകെ കൺപോളകൾ, ഹോട്ട് ചുണ്ടുകൾ, മേരെ അങ്ക് അങ്ക് എൻ്റെ ശരീരം എല്ലാ അവയവങ്ങളും, എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും, ജയ്സെ മേരെ നെഹി ഹെ എൻ്റേതല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? എൻ്റെ നെറ്റി ആയിക്കോട്ടെ, എൻ്റെ കാലായിക്കോട്ടെ, എൻ്റെ കൺപോളകളായിക്കോട്ടെ, എൻ്റെ ചുണ്ടുകളായിക്കോട്ടെ, അതൊന്നും എൻ്റേതല്ല എനിക്ക് തോന്നുന്നു. മേരെ വശമേ നെഹി ഹെ എൻ്റെ കയ്യിൽ അല്ല. വശമേ നെഹി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലല്ല. ബേബസ് ഏക് ഏക് ഗൂട്ടി കി തര അന്ധ്യാര മേ ഉത്തർത്തെ ജാ രഹേ ഹെ, കോത്തെ ജാ രഹേ ഹെ, മിടത്തെ ജാ രഹേ ഹെ. ബേബസ് എന്ന് പറഞ്ഞാൽ നിസ്സഹായായ അവസ്ഥ, വളരെ നിസ്സഹായ അവസ്ഥയാണത്. ഏക് ഏക് ഗൂണ്ട് കി തര, ഒരു കവിൾ വെള്ളം പോലെ, അപ്രകാരമാണ് ഒരു കവിൾ വെള്ളം നമ്മൾ കുടിച്ചെറുക്കുന്നത്. ഗൂട്ട്ക്കി എന്ന് പറഞ്ഞാൽ ഒരു കവിൾ എന്നാണ് അർത്ഥം. അന്ധിയാരമേ ഉത്തർത്തെ ജാരേ, അന്ധകാരത്തിലേക്ക് ഒരു കവിൾ വെള്ളം, അന്ധകാരത്തിൽ ഉത്തർത്തെ ജാരഹേ ഇറങ്ങിപ്പോകുന്നതായിട്ട്, ഇല്ലാതായി പോകുന്നതായിട്ട്, അതുപോലെ കോത്തെ നഷ്ടപ്പെടുന്നതായിട്ട്, മിടത്തെ ജാരഹേ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പോലെ, ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് പോലെ അവർക്ക് തോന്നുന്നു, രാധയ്ക്ക് തോന്നുന്നു. ആ നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അവരെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും, രാധയുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊന്നും രാധയുടേതല്ല എന്നവർക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അവരുടെ കയ്യിലൊന്നും ഇല്ലാത്തൊരവസ്ഥ, അതുപോലെ തന്നെ ഒരു കവിൾ വെള്ളം പോലെ ശരീരം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർക്ക് തോന്നുന്നു. എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. ഓർ ഭയ് ആദ്യം ഭയ് തർക്കഹീൻ കാരണഹീൻ ഭയ് ജോ മുझे തുംസെ ദൂർ ലേ ഗയാ താ ബഹുത് ദൂർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആദ്യം ഭയം, ആ ഭാഗത്ത് നമ്മൾ പഠിച്ചു. ഭയമാണ് അവരെ ഒന്നാകാൻ തടസ്സപ്പെടുത്തിയത്, അല്ലെങ്കിൽ ആ ഭയം കൊണ്ട് സൃഷ്ടിയുടെ ഭാഗമായിട്ട് കൂടി അവർക്കുള്ളിൽ ഭയം ഉള്ളത് കൊണ്ട് അവർക്ക് സംഗമത്തിന് സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ഭയം, ആദ്യമ ഭയം, ആ തർക്കഹീൻ കാരണമില്ലാത്ത ആ ഭയം, അത് മുझे തുംസെ ദൂർ ലേ ഗയാ താ എന്നെ നിന്നിൽ നിന്ന് വളരെ ദൂരത്ത് കൊണ്ടുപോയി. ബഹുത് ദൂർ, വളരെ ദൂരം. ഈ ഭയമാണ് എന്നെ നിന്നിൽ നിന്ന് അകറ്റിയത്. क्या इसीलिए कि मुझे दुगने आवेग से तुम्हारे पास लौट लावे, और क्या ये भय की ही कामती उंगलियां हैं जो मेरे एक एक बंधन को शिथिल करती जा रही है और मैं कुछ कह नहीं पाती. ഇവിടെ രാധ പറയുന്നത് क्या इसीलिए कि मुझे दुगने आवेग से तुम्हारे पास लौटा लावे, ആ ഭയം എന്തിനാണ് എനിക്ക് തോന്നിയത്? അത് ഇതിനു വേണ്ടിയിട്ടാണോ? എന്തിനു വേണ്ടിയിട്ട്? ദുഗുനെ ആവേഗ്സെ, രണ്ടിരട്ടി. ദുഗുന എന്ന് പറഞ്ഞാൽ ഇരട്ടിയാണ്. അപ്പോൾ ഇരട്ടി ശക്തിയോടെ, ആവേഗം എന്ന് പറഞ്ഞാൽ ശക്തിയോടെ നിൻ്റെ അടുത്ത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണോ എനിക്ക് ആ ഭയം ആ സമയത്ത് തോന്നിയത്? और क्या ये भय की ही कामती उंगलियां है, അതുപോലെ തന്നെ എന്താ ഇത് ഭയത്താൽ വിറയ്ക്കുന്ന വിരലുകളാണോ? जो मेरे एक एक बंधन को शिथिल करती जा रही है और मैं कुछ कह नहीं पाती. എന്നെ നിന്നിൽ നിന്ന് അകലേക്ക് കൊണ്ടുപോയത് നിൻ്റെ അടുത്തേക്ക് മടങ്ങി വരാനായിരുന്നു. ഭയത്തിൽ നിന്ന് മോചിതയായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. മേരെ ഏക് ഏക് ബന്ധൻ കോ ശിഥിൽ കർത്തി ജരി, എൻ്റെ ഓരോ തടസ്സങ്ങളും, എനിക്കുണ്ടായിരുന്ന, നിന്നിലേക്ക് എത്താൻ ഉണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും ഞാൻ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓർ മേ കുച്ച് കഹ് നഹീ പാത്തി, എനിക്കിപ്പോൾ ഒന്നും പറയാൻ സാധിക്കുന്നില്ല. എൻ്റെ ക്യാ യഹ് ഭയക്ക് ഹി കാംതി ഉംഗ്ലിയാം ഹെ, ഭയമാകുന്ന വിറക്കുന്ന വിരലുകളായിരുന്നു. ആ വിരലുകളാണ് എൻ്റെ ഓരോ ആ വിരലുകൾ കൊണ്ട് എൻ്റെ എല്ലാ തടസ്സങ്ങളും ശിഥിലമാക്കി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒന്നും പറയാൻ സാധിക്കുന്നില്ല എന്നാണ് രാധ പറയുന്നത്. അതായത് ഭയമൊക്കെ അവർക്ക് അവസാനിച്ചു, ഇപ്പം സംഗമത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് രാധയും കൃഷ്ണനും പ്രേമ സംഗമത്തിൽ ലയിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മേരെ അദ്ഖുലെ ഹോട്ട് കാംനെ ലഗേ ഹെ और खंड सूख रहा है,
और पलकें आधी മൂന്ന് गई हैं और सारे जिस्म में जैसे प्राण नहीं है. അതുപോലെ രാധ പറയുകയാണ്, മേരെ അതുക്കുലെ ഹോട്ട് കാമനെ ലഗേ ഹെ. സംഗമത്തിലേക്ക് പോകുന്നത് കൊണ്ട് ഭയമൊക്കെ തീർന്നു. ഇപ്പോൾ അവർ പ്രേമ ലീലകൾ ഒക്കെ അവസാനം ഒന്നാകാൻ, ലയിച്ചു ചേരാൻ പോകുകയാണ്. മേരെ അതുക്കുലെ ഹോട്ടെ കാമൻ, ആ സമയത്ത് എൻ്റെ അതുക്കുലെ പാതി തുറന്ന എൻ്റെ അധരങ്ങൾ, ചുണ്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഓർ കണ്ട് സൂക്രഹാഹെ, എൻ്റെ തൊണ്ട, കണ്ടെന്ന് പറഞ്ഞാൽ തൊണ്ടയാണ്. സൂക്രഹാഹെ, ഉണങ്ങാൻ തുടങ്ങി. സൂക്ന ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓർ പലകെ ആദ്യം മൂന്ന് കൈ, എൻ്റെ പലകെ, എൻ്റെ പാതി വിടുന്ന ചുണ്ട് വിറയ്ക്കാൻ തുടങ്ങി. അതുപോലെ എൻ്റെ കൺപോളകൾ ആദ്യം മൂന്ന് കൈ, അത് അടയ്ക്കാൻ തുടങ്ങി. പാതി അടച്ചു, എൻ്റെ കൺപോളകൾ അടച്ചു. ഓർ സാരെ ജിസ്മ ജൈസെ പ്രാൺ നഹി, എൻ്റെ ശരീരം മൊത്തം ജീവനില്ലാത്തതുപോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. ജീവനില്ലാത്ത അവസ്ഥയായി. സംഗമത്തിൻ്റെ അവസ്ഥയാണ്. വളരെ രാധ ഉത്തേജിതയായിട്ട് കൃഷ്ണൻ്റെ അടുത്ത് നിൽക്കുകയാണ്. मैंने कसकर तुम्हें जकड़ लिया है और जकड़ती जा रही हैं और निकट कि तुम्हारी सांसें मुझ में प्रविष्ट हो जाएं, तुम्हारे प्राण मुझ में प्रतिष्ठित हो जाएं, तुम्हारा रक्त मेरी मृदुप्राय शिराओं में प्रवाहित होकर फिर से जीवन संचरित कर सकें. मैंने कसकर तुम्हें जकड़ लिया है. ഞാൻ കസ്കർ, വളരെ ആലിംഗനം ചെയ്തുകൊണ്ട് നിന്നെ വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. കൃഷ്ണനെ രാധ ആലിംഗനം ചെയ്ത് വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാണ്. ജക്കഡ്ലിയ, വരിഞ്ഞ് മുറുക്കുക എന്നാണ് അർത്ഥം. കസ്ന എന്ന് പറഞ്ഞാൽ ആലിംഗനം ചെയ്യുക. ഒരു ജക്കഡത്തി ജാരഹിയും, വരിഞ്ഞ് മുറുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഒരു നിക്കട്ട്, വളരെ അടുത്ത് കൃഷ്ണൻ്റെ വളരെ അടുത്തേക്ക് പോയിട്ട്. കി തുമാരി സാസേ മുജ്മേ പ്രവിഷ്ട ഹോ ജായ്, എന്തിനാ അത്രയ്ക്ക് അടുത്ത് പോയത്? കൃഷ്ണൻ്റെ ശ്വാസം അവളിലേക്ക് പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട്. പ്രവിഷ്ട ഹോ ജായ്, പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. പ്രവിഷ്ട ഹോ ജായ് എന്ന് പറഞ്ഞാൽ പ്രവേശിക്കുക. കൃഷ്ണൻ്റെ ശ്വാസം അത്രയ്ക്കും തൊട്ടടുത്ത് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. തുമാരെ പ്രാൺ മുജ്മേ പ്രതിഷ്ഠിത് ഹോ ജായ്, അതുപോലെ നിൻ്റെ പ്രാണൻ എന്നിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് അത്രയ്ക്കും അടുത്ത് കെട്ടിപ്പിടിച്ച് പുണരാൻ, വരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. തുമാര രക്ത് മേരി മൃദുപ്രായ ശിരാവും മേ പ്രവാഹിത് ഹോക്കർ, അതുപോലെ നിൻ്റെ രക്തം എൻ്റെ മൃദുപ്രായ, എൻ്റെ ശരീരമാകുന്ന, എൻ്റെ ജീവനില്ലാത്ത ശരീരമാകുന്ന ശരീരത്തിലെ ശിരകളിൽ, നാഡി ഞെരുമ്പുകളിൽ, അതാണ് ശിരാവുമ, എൻ്റെ ശരീരത്തിലെ നാഡി ഞെരുമ്പുകളിൽ പ്രവേശിച്ചിട്ട് ഫിർസെ ജീവൻ സഞ്ചാരിക്ക സക്കെ, എൻ്റെ മൃദുശരീരമായ എൻ്റെ ശരീരത്തിലെ നാഡി ഞെരുമ്പുകളിലൂടെ നിൻ്റെ രക്തം പ്രവേശിച്ചിട്ട് വീണ്ടും ജീവൻ വയ്ക്കാൻ വേണ്ടി, ജീവസഞ്ചാരം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത്രയ്ക്കും വരിഞ്ഞു മുറുക്കിയ, അടുത്ത് നിന്നുകൊണ്ട് ആലിംഗനം ചെയ്തത് കൃഷ്ണനെ. അടുത്ത ഭാഗത്തേക്ക് കടക്കാം. और ये मेरा कसाव निर्मम है और अंधा और उन्माद भरा, और मेरी बाहें नागवधु की गुंजलक की बांधी कसती जा रही हैं, और तुम्हारी कंधों पर, बाहों पर, होंठों पर नागवधु की शुभ्र दंत पंक्तियों के नीले नीले चिन्ह उभर आए हैं. और ये मेरा कसाव निर्मम है. എൻ്റെ ഈ രാധ പറയുകയാണ്, എൻ്റെ ഈ ആലിംഗനം വളരെ നിർദ്ധയമാണ്. നിർമ്മം എന്ന് പറഞ്ഞാൽ നിർദ്ധയം. ഒരു ഒരു ഉന്മാദ് ഭര, അന്ധയായ അവസ്ഥ. എൻ്റെ ഈ ആലിംഗനം എന്ന് പറഞ്ഞാൽ എനിക്ക് അന്ധയായ അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉന്മാദപരമായിട്ടുള്ള ഒരവസ്ഥ. ഒരു മേരി ബാഹെ, എൻ്റെ കൈകൾ, അതുപോലെ എൻ്റെ കൈകൾ നാഗവധുക്കി ഗുഞ്ചലയ്ക്ക് ബാന്തി, നാഗകന്യകയെ പോലെ ഗുഞ്ചലയ്ക്ക് ബാന്തി, ചുറ്റി വരിക. ഗുഞ്ചലയ്ക്ക് ബാന്തി എന്ന് പറഞ്ഞാൽ, ഗുഞ്ചലക് എന്ന് പറഞ്ഞാൽ ചുറ്റി വരിയുന്ന. അപ്പോൾ നാഗകന്യകയെ പോലെ അവർ അന്ധയായ അവസ്ഥയിൽ ഉന്മാദപരമായിട്ട് അവളുടെ കൈകൾ നാഗകന്യകയെ പോലെ ചുറ്റി വരിയാൻ തുടങ്ങി കൃഷ്ണനെ. കസത്തി ജാരിയെ, മുറുക്കാൻ തുടങ്ങി. കസന എന്ന് പറഞ്ഞാൽ മുറുക്കുക, ആലിംഗനം ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരു തുമാരെ കന്തോ പർ, ബാഹോ പർ, ഹോട്ടോ പർ, നിൻ്റെ തോളിലും നിൻ്റെ കൈകളിലും നിൻ്റെ
ചുണ്ടുകളിലും. നാഗവധു കി ശുഭ്രദന്ത്, നാഗകന്യകയുടെ, അതായത് രാധയാണ് ഇവിടെ നാഗവധു. രാധയെയാണ് ഇവിടെ നാഗവധുവായിട്ട് താരതമ്യം ചെയ്തിരിക്കുന്നത്. നാഗവധുക്ക് ശുഭ്രദന്ത്, നാഗവധുവിൻ്റെ ശുഭ്രം എന്ന് പറഞ്ഞാൽ സഫേദ് വെള്ള, ദന്ത് പങ്ക്തിയൊക്കെ, ദന്ത് എന്ന് പറഞ്ഞാൽ ധാന്താണ്, പല്ലുകളുടെ വരികൾ, പങ്ക്തിയോ അതിൻ്റെ അടയാളം, പങ്ക്തിയൊക്കെ നീല ചിഹ്ന്, അതിൻ്റെ നീല നിറത്തിലുള്ള ചിഹ്നങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ, പല്ലിൻ്റെ അടയാളങ്ങൾ, നാഗവധുവിൻ്റെ പല്ലിൻ്റെ വെള്ളയായ പല്ലിൻ്റെ അടയാളങ്ങൾ ഉഭറായേ, നീല നിറത്തോടു കൂടിയ പല്ലുകളുടെ അടയാളങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഉഭറാന, പതിയുക. ഓർ തും വ്യാകുൽ ഹോട്ടേ ഹോ ധൂപ് മേ കസേ, നീ വളരെ വ്യാകുലതനായിരിക്കുകയാണ്. ധൂപ് മേ കസേ, വളരെ വെയിലത്ത് കെട്ടിവരിഞ്ഞ പോലെ അല്ലെങ്കിൽ ആലിംഗനം ചെയ്ത. അതാഹ് സമുദ്ര കി ഉഥാൽ വിക്ഷുബ് അഹാർത്തി ലഹറോ കി നിർമ്മം തപേഡ് സെ ചോട്ടെ സെ പ്രവാൽ ദ്വീപ് കി തര ബേച്ചേൻ, വളരെ ഡീപ്പായിട്ടുള്ള. ഓർത്തും വ്യാകുല ഹോ ഉട്ടേ ഹോ, നീ വ്യാകുലതനായി എഴുന്നേറ്റു. ധൂപ് മേ കസെ, വെയിലത്ത് വരിഞ്ഞു മുറുകുന്ന, ആലിംഗനം ചെയ്യുന്ന, വളരെ ഡീപ്പായിട്ട്. അത്താഹ് സമുദ്രയ്ക്ക് ഉത്താൽ, സമുദ്രത്തിൻ്റെ ആഴത്തിലുള്ള, ഇളകി മറിയുന്ന. വിക്ഷുബ് എന്ന് പറഞ്ഞാൽ ഇളകി മറിയുക. അഹാർത്തി ലഹരി, ഇളകി മറിയുന്ന തിരമാലകൾക്ക്. നിർമ്മം തപ്പേഡ്സ്, തിരമാലകൾ ഇളകി മറിഞ്ഞ് ഭയാനകമായ, തപ്പേഡ്സ് എന്ന് പറഞ്ഞാൽ ഭയാനകമായ. ചോട്ടേസ് പ്രവാൽ ദ്വീപ് കി തര ബേച്ചേൻ, അതായത് ഈ സമുദ്രം ശോഭിക്കുന്ന സമയം, വളരെ ഇളകി മറിയുന്ന സമയം, അത്രയ്ക്ക് ആഴത്തിലുള്ള, വളരെ ചെറുത് ആയിട്ടുള്ള പവിയ ദ്വീപ് ആണ് പ്രവാൽ ദ്വീപ്. പവിയ ദ്വീപിനെ പോലെ നീ അസ്വസ്ഥനാണ് എന്നാണ് ഇവിടെ രാധ പറയുന്നത്. ആ സമയം, അതായത് ആലിംഗനം ചെയ്ത് വരിഞ്ഞു മുറുകിയ സമയം, നാഗവധുവിനെ പോലെ അവരുടെ നമ്മുടെ കൃഷ്ണൻ്റെ കന്തോപ്പർ തോളിലും കയ്യിലും ചുണ്ടിലൊക്കെ വരിഞ്ഞു മുറുക്കി ചുംബിച്ച സമയത്ത് ഇപ്രകാരമാണ് അസ്വസ്ഥനായതെന്നാണ് പറയുന്നത്. അതാ സമുദ്രയ്ക്ക് ഉത്താൽ ഭിക്ഷു ഹഹാർത്തി ലഹറോക്കി നിർമ്മം തപ്പേഡ്സ്, തിരമാലകൾ ഇളകി മറിഞ്ഞ ഭയാനകമായ ആ അവസ്ഥ, ആ അവസ്ഥയിലെ ഒരു ചെറിയ ദ്വീപ്, പവിഴ ദ്വീപിനെ പോലെ നീ അസ്വസ്ഥനാണ് എന്നാണ് രാധ പറയുന്നത്. ഉഠോ മേരെ പ്രാൺ ഓർ കാംതി ഹാഥോ സെ യേ വാതായൻ ബന്ദ് കർ ദോ, എഴുന്നേൽക്കൂ എൻ്റെ പ്രാണനെ. അത് ക്രീഡയ്ക്കായി, കാമക്രീഡയ്ക്കായി അല്ലെങ്കിൽ പ്രേമക്രീഡയ്ക്കായി പ്രേരിപ്പിക്കുകയാണ് ഇവിടെ രാധ. എന്നിട്ട് എഴുന്നേൽക്കാൻ പറയുകയാണ് പ്രാണനോട്, പ്രാണദേവനോട്, രാധയുടെ നായകനോട്. ഒരു കാംതി ഹാത്തോ സെ യേ വാതായൻ ബന്ദ് കർ ദോ, നിൻ്റെ വിറയ്ക്കുന്ന കൈകളാൽ നീ ഈ വാതായൻ ബന്ദ് കർ ദോ, ഈ വാതിൽ, വാതായൻ എന്ന് പറഞ്ഞാൽ വാതിലാണ്, ഈ വാതിൽ അടയ്ക്കൂ. സംഗമത്തിനായി, പ്രേമ ക്രീഡയ്ക്കായി തയ്യാറാവൂ എന്നാണ് ഇവിടെ രാധ കൃഷ്ണനോട് പറയുന്നത്. യഹ് ബാഹർ ഫൈല സമുദ്ര മേരാ ഹെ, എന്നിട്ട് രാധ പറയാണ്, യഹ് ബാഹർ ഫൈല समुद्र मेरा है पर आज मैं उधर नहीं देखना चाहती। ये प्रगाढ़ अंधेरे के खंड में झूमती ग्रहों, उपग्रहों और नक्षत्रों की ज्योतिर्माला मैं ही हूँ और असंख्य ब्रह्मांडों का, दिशाओं का, समय का आनंद प्रभाव मैं ही हूँ। पर आज मैं अपने को भूल जाना चाहती हूँ। उठो और वादायन बंद कर दो कि आज अंधेरे में भी दृष्टियाँ जाग उठी हैं और हवा का आगाध भी मामसल हो उठा है और मैं अपने से ही ഭയഭീത് ഹും. ഇവിടെ രാധ പറയുകയാണ്, നീ എഴുന്നേൽക്കൂ, വാതിലടയ്ക്കൂ, നിൻ്റെ വിറയ്ക്കുന്ന കൈകളാൽ നീ ആ വാതിലടയ്ക്കൂ. ക്രീഡയ്ക്കായി പ്രേരിപ്പിക്കുകയാണ് ഇവിടെ രാധ. ഈ ബാഹർ ഫൈല സമുദ്രം മേരാ, ഈ പുറത്ത് പരന്ന് കിടക്കുന്ന സമുദ്രം അത് എൻ്റെയാണ്. അതായത് സൃഷ്ടിയുടെ ഭാഗമാണ് രാധ, അല്ലേ, സൃഷ്ടിയുടെ ഭാഗമാണ്. പർ ആജ് മേ ഉദർ നഹി ദേഖനാ ചാഹത്തി, ഞാനത് അവിടേക്ക് ഞാൻ നോക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആ പരന്ന് കിടക്കുന്ന സമുദ്രത്തിലേക്ക് നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രകാട് അന്ധേരയ്ക്ക് ഖണ്ഡ് മേ ഝൂംതി ഗ്രാഹവും ഉപഗ്രഹവും നക്ഷത്രവും കി ജ്യോതിർമാല മേഹി, അതുപോലെ തന്നെ ഈ പ്രകാഢമായ, വളരെ ആഴത്തിലുള്ള അന്ധകാരമാകുന്ന ഖണ്ഡ് മേ ഝൂംതി, കഴുത്തിൽ, അന്ധകാരത്തിൻ്റെ കഴുത്തിൽ മാല പോലെ പ്രകാശിക്കുന്ന
അന്ധകാരത്തിൽ പ്രകാശിക്കുന്ന ഗ്രഹങ്ങളായിക്കോട്ടെ, ഉപഗ്രഹങ്ങളായിക്കോട്ടെ, നക്ഷത്രങ്ങളായിക്കോട്ടെ, അതിൻ്റെയൊക്കെ ജ്യോതിർമാല മേഹിയും, പ്രകാശമാകുന്ന പ്രകാശരൂപി മാല, അന്ധകാരത്തിലെ അന്ധകാരമാകുന്ന കഴുത്തിലെ ആ പ്രകാശമാകുന്ന മാല, അത് ഞാനാണ്. അതാണ് ജ്യോതിർമാല എന്ന് പറഞ്ഞാലാണ് പ്രകാശരൂപി മാല. അതായത് അന്ധകാരത്തിനെ ഒരു കഴുത്തായി സങ്കല്പിച്ചിട്ട് അന്ധകാരത്തിൻ്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒരു ജ്യോതിർമാല ആയിട്ടാണ് ഇവിടെ രാധയെ താരതമ്യം ചെയ്തിരിക്കുന്നത്. അത് രാധയാണെന്നാണ് രാധ പറയുന്നത്. और असंख्य ब्रह्मांडों का दिशाओं का समय का आनंद प्रवाह में ही हूँ. അതുപോലെ തന്നെ ഈ മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും ദിശയുടെയും സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അനന്തപ്രവാഹം മേഹിയും, ഈ അനന്തപ്രവാഹം ഞാൻ തന്നെയാണ്. പ്രാജ് മേ അപ്നെ കോ ഭൂൽ ജാനാ ചാഹത്തി ഹും. പക്ഷേ ഇന്ന് ഞാൻ എല്ലാം മറക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് കൃഷ്ണനുമായിട്ട് ലയിച്ച് ചേരാനാണ് ആഗ്രഹിക്കുന്നത്, സംഗമിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉഠോ, എഴുന്നേൽക്കൂ കൃഷ്ണ. ഒരു വാതായൻ ബന്ദ് കരുതോ, വാതിലടയ്ക്കൂ കൃഷ്ണ. ഞാൻ എന്നെ തന്നെ മറക്കാൻ ആഗ്രഹിക്കുന്നു, ഈ രൂപത്തെ മറക്കാൻ ആഗ്രഹിക്കുന്നു. ക്യാ അന്ധേരമേ ഹി ദൃഷ്ടിയാം ജാഗുട്ടി ഹേ. ഈ അന്ധകാരത്തിൽ ദൃഷ്ടിയാം ജാഗുട്ടി, ദൃഷ്ടികൾ ഉണർന്നു കഴിഞ്ഞു. അന്ധകാരത്തിൽ ദൃഷ്ടി ഉണർന്നു കഴിഞ്ഞു. ഒരു അവാക്ക ആഘാത് ബി മാംസല കൂട്ടായ, അതുപോലെ തന്നെ കാറ്റിൻ്റെ വീശൽ പോലും മാംസളമായി തോന്നുന്നു. ഓർ മേ അപ്നെ സെ ഹി ഭയഭീത് ഹും, ഞാൻ സ്വയം ഭയപ്പെടുകയാണ്. അതായത് ആ സംഗമത്തിലും രാധയ്ക്ക് ഇത്തിരി ഭയമുണ്ട്. കൃഷ്ണനുമായിട്ട് ലയിച്ചു ചേരുന്ന സമയത്തും രാധയ്ക്ക് ഇത്തിരി ഭയമുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. लो मेरे असमंजस, अब मैं उन्मुक्त हूँ और मेरे नयन अब नयन नहीं है. प्रतीक्षा के क्षण है और मेरी बाहें बाहें नहीं हैं, पगडंडियाँ हैं. और मेरा ये सारा हल्का गुलाबी घोरा रूबहली धूप छाव वाली सीपी जैसा जिस्म अब जिस्म नहीं है, सिर्फ पुकार है. അതുപോലെ രാധ ഇവിടെ പറയുകയാണ്, ലോ മേരെ അസംജസ്. ലോ എനിക്ക് കൺഫ്യൂഷൻ. അസമഞ്ജസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷനാണ്, ദുവിധ എന്ന് പറയും. അപ്പോൾ മേ ഉന്മുക്ത് ഹും, രാധയുടെ കൺഫ്യൂഷൻസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ മേ ഉന്മുക്ത് ഹും, ഞാൻ മുക്തയാണ്. ഇപ്പോൾ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഞാൻ മുക്തയാണ്. എല്ലാ സംശയങ്ങളും എനിക്ക് ഇല്ലാതായി, സ്വതന്ത്രയായി ഞാൻ. ഓർ മേരെ നയൻ അബ് നയൻ നഹി, എൻ്റെ നേത്രങ്ങൾ, നയൻ എന്ന് പറഞ്ഞാൽ നേത്രമാണ്, നേത്രങ്ങൾ ഇപ്പം നേത്രങ്ങളല്ല. പ്രതീക്ഷ കിഷൻ, ആ നേത്രങ്ങൾ പ്രതീക്ഷയുടെ ക്ഷണങ്ങളാണ്, നിമിഷങ്ങളാണ്. ക്ഷണം എന്ന് പറഞ്ഞാൽ നിമിഷം, കാത്തിരിക്കുക. ഓർ മേരി ബാഹേ നഹി, അതുപോലെ എൻ്റെ കൈകളല്ല. എന്താണത്? പകഡണ്ടിയാ, എൻ്റെ കൈകൾ നടപ്പാതയാണ്, മാർഗം മാത്രമാണ്. എൻ്റെ കൈകൾ മാത്രം എന്തിനാണോ ആഗ്രഹിക്കുന്നത് അതിലേക്കുള്ള മാർഗം മാത്രമാണ്. ഓർ മേര ഈ സാര ഹൽക്ക ഗുലാബി ഘോര റൂബഹലി, അതുപോലെ എൻ്റെ ഈ കംപ്ലീറ്റ് ഹൽക്ക ഗുലാബി, നേരിയ റോസാപ്പൂവിനെ പോലുള്ള ഘോര വെളുത്ത റൂബഹലി, സുന്ദരമായ, രൂപഹലി എന്ന് പറഞ്ഞാൽ സുന്ദരമായ, ധൂപ് ചാവ്, ഇരുനിറത്തിലും കാണുന്ന ധൂപ് ചാവ് വാലി സീപ്പി എന്ന് പറഞ്ഞാൽ ചിപ്പിയാണ്. ജയ്സ ജിസ്മ്, ചിപ്പിയെ പോലെ ഉള്ള ശരീരം, ജിസ്മ് ശരീരം. അബ് ജിസ്മ് നഹി, അതിപ്പോൾ ശരീരമല്ല, സിർഫ് പുക്കാർ ഹെ, അതിപ്പോൾ ഒരു പുക്കാറാണ്, അതായത് സാധൻ മാത്രമേ, മാധ്യമം മാത്രമാണ് എൻ്റെ ശരീരം എന്നാണ് ഇവിടെ പുക്കാർ എന്ന് ഉദ്ദേശിച്ചത്. ഇവിടെ മാധ്യമമാണ്, അതായത് എന്തിലേക്കാണോ കടക്കുന്നത് അതിലേക്കുള്ള ഒരു മാർഗം മാത്രമാണ് എൻ്റെ ശരീരം. സംഗമത്തിലേക്ക് കിടക്കുകയാണ് അവർ രണ്ടുപേരും. ഉഠോ മേരെ ഉത്തർ, എൻ്റെ ഉത്തരമാകുന്ന കൃഷ്ണ എഴുന്നേൽക്കൂ. ഒരു പട്ട് ബന്ദ് കരുതൂ. എന്നിട്ട് പട്ട് എന്ന് പറഞ്ഞാൽ പർദ്ദ അല്ലെങ്കിൽ കർട്ടൻ, മറ എന്ന് പറയും. ആ മറ ബന്ദ് കരുതൂ, അടയ്ക്കൂ, ആ മറ അടയ്ക്കൂ. ഒരു കഹുദോ ഈ സമുദ്രസെ, എന്നിട്ട് പറയൂ ഈ സമുദ്രസെ कि इसकी उथाल लहरें द्वार से टकरा कर लौट जाएं, और कह दो दिशाओं से कि वो हमारे कसाव में आज घुल जाए. उठे मेरे उत्तर,
എന്തിന് ഉത്തരമാകുന്ന കൃഷ്ണ ഉഠോ എഴുന്നേൽക്കൂ, ഒരു പട്ട് ബന്ദ് കരുതോ, മറ അടയ്ക്കൂ, ഒരു കഹുദോ ഈ സമുദ്ര, എന്നിട്ട് ഈ സമുദ്രത്തോട് പറയൂ, കി ഇസ്കി ഉഥാൽ ലഹരെ, ഈ ഉയർന്ന ഈ തിരമാലകൾ അലകൾ ദ്വാർ സെ ടക്കറാക്കർ ലൗട്ട് ജായ്, പിന്നെ നമ്മുടെ ഈ ദ്വാരത്തിൽ, അതായത് ഈ കവാടത്തിൽ വന്ന് മുട്ടിയിട്ട് തിരിച്ചു പോകും എന്ന് ആരോട് പറയണം? സമുദ്രത്തിനോട് പറയണം. അതുപോലെ ഹോർ കഹുദോ ദിശാവും സെ, എന്നിട്ട് ദിശയോട് എന്താണ് പറയേണ്ടത്? കി വേ ഹമാരെ കസാവ് മേ ആജ് ഗുൽ ജായ്, ദിശകളോട് പറയണം നമ്മുടെ ആലിംഗനത്തിൽ ഇന്ന് അലിഞ്ഞു ചേരാൻ വേണ്ടിയിട്ട് ദിശകളോട് പറയുകയാണ്. ദിശനോട് പറയണം എന്ന് രാധ കണ്ണനോട് പറയുകയാണ്. और कह दो समय के अचूक धनुंधर से कि अपने शायक उतार कर तर्कस में रख लें, और छोड़ दे अपना धनुष और अपने पंख समेट कर द्वार पर चुपचाप प्रतीक्षा करें. അതുപോലെ രാധ പറയാണ്, ഓർ കഹുദോ സമയ്ക്ക് അച്ചുക് ധനുന്ധർ സെ, എന്നിട്ട് പറയൂ സമയമാകുന്ന വില്ലാളിയോട്. അച്ചുക് ധനുധർ എന്ന് പറഞ്ഞാൽ വില്ലാളിയാണ്. അച്ചുക് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റാത്ത, സമയമാകുന്ന ലക്ഷ്യം തെറ്റാത്ത വില്ലാളിയോട്, കാലമാകുന്ന വില്ലാളിയോട്, സമയം എന്ന് പറഞ്ഞാൽ കാലം, കാലമാകുന്ന അല്ലെങ്കിൽ സമയമാകുന്ന ലക്ഷ്യം തെറ്റാത്ത വില്ലാളിയോട്, വില്ലാളി വീരനോട് പറയൂ, കി അപ്പനെ ഷായക് ഉത്താർക്കർ, തൻ്റെ ഷായക് എന്ന് പറഞ്ഞാൽ അസ്ത്രമാണ്, ആ അസ്ത്രം ഇറക്കിയിട്ട് തർക്കസ്മേ രക്കിലേ, തർക്കസ് എന്ന് പറഞ്ഞാൽ ആവനായി എന്ന് പറയും. ആവനായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അസ്ത്രങ്ങളൊക്കെ വെക്കുന്ന, ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, വെക്കുന്ന സംഭവമാണ് തർക്കസ്മ രക്കിലേ. അപ്പോൾ വില്ലാളി വീരനായ കാലമാകുന്ന വില്ലാളിയോട്, ലക്ഷ്യം തെറ്റാത്ത വില്ലാളിയോട് പറയാണ് ആ അസ്ത്രങ്ങളൊക്കെ ആ ആവനായിൽ വെക്കാൻ. ഒരു തോടത്തെ അപ്പന ധനുഷ്, എന്നിട്ട് പൊട്ടിക്കാൻ പറയാണ്, അമ്പ് പൊട്ടിക്കാൻ പറയാണ്. ഒരു അപ്പനെ പങ്ക് സമേഡ്കർ, അതുപോലെ തന്നെ തൻ്റെ ചിറക് സമേഡ്കർ ദ്വാർ പർ ചുപ്ചാപ്പ്, ആ കവാടത്തിൽ പങ്കൊക്കെ ചിറകുകളൊക്കെ ചുരുക്കിയിട്ട് ആ കവാടത്തിൽ ചുപ്ചാപ്പ് പ്രതീക്ഷക്കരെ, ചുപ്ച എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ആരോടായി പറയുന്നത്? സമയമാകുന്ന കാലമാകുന്ന വില്ലാളി വീരനോടാണ് പറയുന്നത് കാത്തിരിക്കാൻ. അമ്പും വില്ലൊക്കെ അവിടെ വെച്ചിട്ട് അത് പൊട്ടിച്ചിട്ട് ചിറകൊക്കെ ചുരുക്കിയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. പ്രതീക്ഷിച്ചിരിക്കാൻ അല്ലെങ്കിൽ കാത്തിരിക്കാൻ, മിണ്ടാതെ കവാടത്തിൽ. എപ്പം വരെയാണ് അവിടെ ഇരിക്കാൻ പറഞ്ഞത്, കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത് എപ്പം വരെയാണെന്ന് നോക്കാം അടുത്ത ഭാഗം. जब तक मैं अपनी प्रगाढ़ केली कथा का आस्थाई विराज चिन्ह अपने अधरों से तुम्हारे वक्ष पर लिखकर तक कर शैथिल्य की बाहों में डूब न जाऊं. അതായത് ലക്ഷ്യം തെറ്റത് ആ വില്ലാളി അസ്ത്രം ആവനായിൽ വെക്കട്ടെ, വില്ലൊടിയട്ടെ, എൻ്റെ കാമത്തിൻ്റെ ചിഹ്നം നിൻ്റെ മാറിൽ കോറിയിട്ട് ഞാൻ ക്ഷീണിച്ച് ശിഥിലമാകും വരെ അതവിടെ വെക്കട്ടെ എന്നാണ് പറയുന്നത്. ജബ് തക് മേ, എപ്പോഴാണോ അപ്പനി പ്രകാട് കേളിക്കഥ, എൻ്റെ ഗഹരമായ ഡീപ്പായ കേളിക്കഥ, ആ പ്രേമക്രീഡ, കൂട്ടുകാരിയുടെ ആ പ്രേമകഥ, ആസ്ഥായി വിരഹച്ചിഹ്നം, സ്ഥിരമില്ലാത്തത്, ആസ്ഥായി എന്ന് പറഞ്ഞാൽ സ്ഥിരമില്ലാത്തത്, അതിൻ്റെ വിരാഹചിഹ്നം, അതിൻ്റെ അവസാനം, അപ്പനെ അധരോൻസ്, തൻ്റെ ചുണ്ടുകളാൽ, തുമാരെ വക്ഷപർ ലിക്കുക, വക്ഷ എന്ന് പറഞ്ഞാൽ നെഞ്ചിൽ എഴുതിക്കൊണ്ട്, അപ്പോൾ അത് രാധയുടെ അധരം കൊണ്ട് കൃഷ്ണൻ്റെ നെഞ്ചിൽ എഴുതിയിട്ട് ക്ഷീണിച്ച് തക്കക്കർ ശൈഥില്യക്ക് ഭാഗവുമേ, ശൈഥില്യക്കിൽ ഭാഗവുമെന്ന് പറഞ്ഞാൽ ശിഥിലമാകും വരെ, അതായത് ക്ഷീണിച്ച് അവശയാകും വരെ, ഡൂബ്നാജാവും, അതിൽ മുങ്ങാത്ത ആ അവസ്ഥ വരുമ്പോൾ, അതിൽ മുങ്ങുന്ന അവസ്ഥ, എൻ്റെ കാമത്തിൻ്റെ ചിഹ്നം നിൻ്റെ മാറിൽ
കോറിയിട്ട് ഞാൻ ക്ഷീണിച്ച് ശിഥിലമാകും വരെ ആ സമയത്തോട് കാത്തിരിക്കാൻ വേണ്ടിയിട്ട്, കവാടത്തിൽ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അവൾക്കറിയില്ല അതിൽ മുങ്ങിപ്പോകുമോ എന്നറിയില്ല. ആ കേളിയിൽ, ആ ആലിംഗനത്തിൽ, ആ സംയോഗത്തിൽ. आओ मेरे अधैर्य, दिशाएं घुल गई हैं, जगत लीन हो चुका है, समय मेरे अलग पाश में भान चुका है, और इस निखिल सृष्टि के अपार विस्तार में तुम्हारे साथ मैं हूँ, केवल मैं तुम्हारी അന്തരം കേളിസഖി. ദിശകൾ അലിഞ്ഞു, ലോകം ലയിച്ചു, സമയം കുറുനിരകളിൽ ബന്ധിക്കപ്പെട്ടു. സൃഷ്ടിയുടെ അപാരതയിൽ ഞാനുണ്ട്, ഞാൻ മാത്രമെന്നാണ് പറയുന്നത്. ആവോ മേരെ അധൈര്യ, ദിശകൾ അലിഞ്ഞു ഇല്ലാതായി. നമ്മുടെ ക്രീഡയിൽ ഈ ലോകം തന്നെ അലിഞ്ഞു ഇല്ലാണ്ടായി. അതുപോലെ തന്നെ മുടിയാകുന്ന ഈ കയറിനാൽ ഈ സമ്പൂർണ്ണ സൃഷ്ടിയുടെ അനന്തമായ വിസ്താരത്തിൽ ആവോ മേരെ അധൈര്യ, എൻ്റെ അധൈര്യമാകുന്ന കൃഷ്ണ, ദിശായ ഘുൽ ഗയി ഹെ, ദിശകളൊക്കെ അലിഞ്ഞു ഇല്ലാതായി. ജഗത് ലീൻ ചുക്ക ഹെ, ജഗത് ഭൂമി ലയിച്ചു ചേർന്നു. സമയമേറെ അലഗ് പാഷമേ ഭാൻ ചുക്ക ഹെ, സമയമാകുന്ന കാലമാകുന്ന അത് എൻ്റെ അലഗ് പാഷമേ, എൻ്റെ മുടിയാകുന്ന കയറിനാൽ, അലകെന്ന് പറഞ്ഞാൽ മുടി, പാഷ് എന്ന് പറഞ്ഞാൽ കയർ, അലഗ് പാഷമേ ഭാൻ ചുക്ക ഹെ, കാലമാകുന്ന ആ കാലം, സമയം എൻ്റെ മുടിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ മുടിയിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് സമയം. ഓർ ഇസ് നിഖിൽ സൃഷ്ടിക്ക്, ഈ സമ്പൂർണ്ണ സൃഷ്ടിയുടെ അപാരമായ വിസ്താരത്തിൽ തുമാരെ സാത്ത് മേ ഹും, നിൻ്റെ കൂടെ ഞാനാണ്, ഞാൻ മാത്രം, കേവൽ മേ. അതായത് അവർ സംഗമത്തിൽ ലയിച്ചു കൊണ്ടിരിക്കുകയാണ്. ആലിംഗനത്തിൽ, പ്രേമ ക്രീഡയിൽ അവർ ലയിച്ച് മതിമറന്ന് അവർ അതിൽ ലയിച്ചു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ രാധ മാത്രമാണ് കൃഷ്ണൻ്റെ കൂടെ ഉള്ളത് എന്നാണ് രാധ വ്യക്തമാക്കുന്നത്. ആ സമയത്ത് ആരൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ ആരും ശല്യപ്പെടുത്തേണ്ട, അവിടെ ഇരിക്കൂ, ഇത് കഴിഞ്ഞോട്ടെ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. തുമാരി അന്തരം കേളിസഖി, നിൻ്റെ അന്തരംഗായ, നിൻ്റെ എല്ലാമായ, നിൻ്റെ കേളിസഖി, നിൻ്റെ കളിക്കൂട്ടുകാരി എന്നാണ് പറയുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.